ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇനി ഡാറ്റ കളക്ഷൻ്റെ ശേഷം നെക്സ്റ്റ് പാർട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ആ കളക്ഷൻ ഓഫ് ഡാറ്റേൻ്റെ വേറൊരു പാർട്ട് തന്നെയാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. ക്ലാസിഫിക്കേഷൻ മീൻസ് വിഭാഗം തിരിക്കുക എന്നാണ്. മറ്റേത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, ഇനി നമ്മളിത് ക്ലാസിഫൈ ചെയ്യും, അതായത് ഓരോന്നും ഓരോ പാർട്ടാക്കി തരം തിരിക്കും അല്ലേ. നമ്മൾ ശരിക്കും ക്ലാസിഫിക്കേഷൻ എന്നുള്ള മീനിങ് വരുന്നത് തരം തിരിക്കുക എന്നല്ലേ, അതായത് ഓരോന്ന് വിഭാഗമായി തരം തിരിക്കുന്നതിന് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നെക്സ്റ്റ് മിസ്സിൻ്റെ കഴിഞ്ഞൊരു പാർട്ടിൽ മിസ്സിൻ്റെ ക്ലാസ് നമ്മൾ എടുത്ത പോയിന്റ് എന്തായിരുന്നു, ഡാറ്റ കളക്ഷൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ അത് മീനിങ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ആൻഡ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ, ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്താ പറയുന്നത്? Explain the meaning of classification, state and objectives and methods of classification, describe various terms relating frequency distribution and construct frequency distribution. The introduction നോക്കാം നമുക്ക്. You have learned about various sources and methods of collecting primary data or secondary data. As the collected data is in the raw form, you cannot interpret in a raw useful to conclusion. Okay, meaning of classification means arranging the mass of data into different classes in group on the basis of their similarities and resemblance. Classification means arranging the mass data into different classes. Okay, അതിൽ തന്നെ എല്ലാ മീനിങ്ങും അടങ്ങിയിരിക്കുന്ന അറേഞ്ചിങ്, ക്ലാസിഫൈ ചെയ്താന്ന് പറഞ്ഞാൽ കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടിയ ഡാറ്റ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അറേഞ്ച് ചെയ്യുന്നു. കിട്ടിയ ഡാറ്റ നമ്മൾ കറക്റ്റ് ക്ലാസിഫൈ അറേഞ്ച് ചെയ്തിട്ട് ഭാഗം തിരിച്ചു വെക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദ ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് റിസംബിൾസ് ആർ സിമിലർ ഐറ്റംസ് ഓഫ് ഡാറ്റാസ് ആർ പുട്ട് വൺ ക്ലാസ് ഇൻ ഓൾ dissimilar items data put the different classes. Then statistical data is classified according to these characteristics. For example, if we have collected data regarding the number of students admitted university of a year, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷം ഇത്ര സ്റ്റുഡൻസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അഡ്മിഷൻ എടുത്തു എന്ന് നിങ്ങൾ കൺസെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, ഓക്കെ, ദ സ്റ്റുഡൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസിസ് ഓഫ് സെക്സ് അല്ലേ, അവരുടെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ അനുസരിച്ചിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യും. ആൻഡ് ഇൻ ദിസ് കേസ് ഓൾ മെയിൽ സ്റ്റുഡൻസ് വിൽ ബി പുട്ട് ഇൻ ടു വൺ ക്ലാസ്. മെയിൽ സ്റ്റുഡൻസ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നത്, മെയിൽ ക്ലാസ് പുട്ട് ഇൻ ടു അനദർ ക്ലാസ് ആൻഡ് ഫീമെയിൽ ഈസ് പുട്ട് ഇൻ ടു അനദർ ക്ലാസ്. Male students will be put into one class and female students will put into another class. The students can be also classified on the basis of age. അതായത് ക്ലാസിഫിക്കേഷൻ ബേസിസ് ഓൺ ദ ഏജ്, വയസ്സ് കൊണ്ടും ഫീമെയിൽ ഓർ മെയിൽ സെക്സ് കൊണ്ടും മാർക്സ് കൊണ്ടും മെറിറ്റൽ സ്റ്റാറ്റസ് കൊണ്ടും ഹൈറ്റ് കൊണ്ടൊക്കെ എന്താവാം, നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ആവാം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഏജ് കൊണ്ടും, നെക്സ്റ്റ് എന്തുകൊണ്ടും, മാർക്ക് കൊണ്ടും, ഏജ്, മാർക്ക്, പിന്നെയോ ഏജ്, മാർക്ക്, മെറിറ്റൽ സ്റ്റാറ്റസ്. മെറിറ്റൽ സ്റ്റാറ്റസ് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ഹൈറ്റ് കൊണ്ടും എല്ലാം എന്താണ് ക്ലാസിഫിക്കേഷൻ ആവാം എന്നാണ് മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ തരംതിരിവാ വരിക, ഒരേ ക്ലാസ്സിൽ ഒരേ ഏജിലുള്ള കുട്ടികളായിരിക്കും, ഒരേ ക്ലാസ്സിൽ ഏകദേശം ഹൈറ്റിൽ. സ്പോർട്സ് സ്കൂളിലൊക്കെ ഒരുവിധം ഹൈറ്റും വെയിറ്റൊക്കെ നോക്കിയിട്ട് അതിന് ക്ലാസിഫിക്കേഷൻ ചെയ്യുക അല്ലേ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഓടുന്ന, ചാടുന്ന, അങ്ങനെ സ്പോർട്സ് ലെവലൊക്കെ വരുമ്പോൾ അതിന് ക്ലാസിഫൈ ചെയ്യുക അങ്ങനെ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ഇൻ അച്ചീവിങ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്. ഇറ്റ് ഹെൽപ്സ് പ്രസൻറ്റിങ് ദ മാസ് ഓഫ് ഡാറ്റ ഇൻ സിമ്പിൾ ഫോം. നമുക്ക് മാസ്, അതായത് നല്ല കൂട്ടം നടത്തല്ലേ, അത്രയും ഡാറ്റ കളക്ഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും.
മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നമ്മൾ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് മീനിങ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്. എന്താണ് ആട്രിബ്യൂട്ടിൻ്റെ പറയുന്നത്? ആൻ ആട്രിബ്യൂട്ട് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് only the presence of absence of attribute be known. For example, intelligence and religion. ഈ ആട്രിബ്യൂട്ടിൽ, ഓക്കെ, ഈ ആട്രിബ്യൂട്ടിൽ നമ്മൾ പറയുന്നത് എന്താണ്? റിലീജിയൻ. ഓക്കെ, റിലീജിയൻ, ഇൻ്റലിജൻസ്, റിലീജിയൻ, ഇൻ്റലിജൻസ്. നെക്സ്റ്റ് കാസ്റ്റ്, സെക്സ് ഒക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ? ടു ബി ഇൻ്റലിജൻസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ആർ ആട്രിബ്യൂട്ട്. ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് പ്രകാരം. ഇതാണ് ഒറിജിനൽ എന്താ? ആട്രിബ്യൂട്ട് പ്രകാരം ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ടാണ് ഇത് ആട്രിബ്യൂട്ടിൽ എത്തുന്നത്. ആട്രിബ്യൂട്ടിൽ നിന്നാണ് ഇത് ഇങ്ങനെ എങ്ങോട്ട് വരുന്നത്? റിലീജിയനിലേക്കും ഇൻ്റലിജൻസിലേക്കും കാസ്റ്റ്, സെക്സ് എന്ന ഇതിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് done by basis attributes groups are other presence of attribute and can easily differentiated by means of some natural line of demarcation. Based on this natural difference we can determine the group in which particular item we placed. For instance, we select our color hair on the basis of classification. There will be a group of brown haired people in another group of black haired people. വേറൊരു എക്സാമ്പിൾ പറയുന്നത് ബ്രൗൺ ഹെയർഡ് പീപ്പിൾ ആൻഡ് ബ്ലാക്ക് ഹെയർഡ് പീപ്പിൾ എന്താ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ്റെ എന്താ പറയുക, 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്താ നോക്കാം നമുക്ക്. 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്? എക്സാമ്പിൾ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ബോക്സിലാക്കുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ. നെക്സ്റ്റ് മെയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. മാരീഡ് ആൻഡ് അൺമാരീഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫീമെയിലെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? മാരീഡ് ആൻഡ് അൺമാരീഡ്. ഇവിടെ മാരീഡും അൺമാരീഡും ഇങ്ങനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കോർഡിംഗ് ടു വേരിയബിൾസ്. ഫസ്റ്റ് 2 തരം ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്നെന്താണ്? മാനിഫോൾഡ് സിമ്പിൾ ക്ലാസിഫിക്കേഷനും ആൻഡ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനും. ഇത് മാത്രം വരുന്നതാണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. ഇത് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. Okay, classification according to variables. Variables refers characters, data and express them in numerous. Example of variable of age, light, weight, mark, distance. As you like, all these variables can be expressed quantitatively. അതായത് മാർക്ക്, വെയ്റ്റ്, ഹൈറ്റ്, ഏജ്, വേജ്, ഡിസ്റ്റൻസ് ഇതെല്ലാം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ. ആൻ എക്സാമ്പിൾ യൂണിവറൈറ്റി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മെത്തേഡാണ് തന്നിരിക്കുന്നത്. മാർക്ക്, സ്റ്റുഡൻസിൻ്റെ മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും. ഓക്കെ, അതായത് 8 ഇയേഴ്സും 19, 20, 21
വയസ്സുള്ള കുട്ടികളെ ഇത് തന്നിട്ട് ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി നോട്ടഡ് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ പ്രസൻറ്റ് ഓഫ് ഇല്ലസ്ട്രേഷൻ. നെക്സ്റ്റ് പഠിക്കാനുള്ള മൾട്ടി വേരിയബിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മോർ ടു വേരിയബിൾസ് ഈസ് കോൾഡ് മൾട്ടി വേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ദ ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രണ്ടും ഒരുമിച്ച് വരുന്നതാണ് മൾട്ടി വേരിയസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. For example, the students in a class may be classified on the basis of mark and age and sex. For example, സ്റ്റുഡൻസിനെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഏജിൻ്റെ അടിസ്ഥാനത്തിലും സെക്സിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തു എങ്കിൽ പ്രസൻറ്റ് ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫർദർ ക്ലാസിഫൈ ദ സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ സെക്സ്. സ്റ്റഡി ഇല്ലസ്ട്രേഷൻ 3 കെയർഫുള്ളി എക്സാമിൻ ഹൗ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, നെക്സ്റ്റ് ടേംസ് ഡീറ്റെയിലിംഗ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എന്താണ്? ആഫ്റ്റർ സ്റ്റഡിയിങ് ദ മീനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വി ഷുഡ് നൗ ദ ഡിസ്കസ് ആഫ്റ്റർ ദ ടേം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ഇറ്റ് ഈസ് ദ അതർ ഹാൻഡ് ഓഫ് കോൺഷ്യസ് വേരിയബിൾ കേപ്പബിൾ അസ്യൂമിങ് ദ ഫ്രാക്ഷണൽ. After studying the meaning and method of frequency distribution, we should know about the term meaning frequency distribution. എന്നാൽ എന്ത്? There are several terms relating frequency distribution. There are several terms in frequency distribution. പലതരം terms ഉണ്ട് ഫ്രീക്വൻസി. അതിൽ ഫസ്റ്റ് continuous variables and the frequency distribution prepared a discrete variable called discrete distribution. The next point class limits ആണ്. Every classes and interval has two limits, lower limit and upper limit. Every classes or class interval has two limits. ഏത് ക്ലാസ് നോക്കിയാലും അവിടെ രണ്ട് തരം ലിമിറ്റ്സിൽ രണ്ട് തരം ലിമിറ്റ്സിലാണ് ലോവർ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്. ദ സ്മോളസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റ് ഇൻ എ ക്ലാസ് ഇസ് നോൺ ആസ് ലോവർ ലിമിറ്റ്. അല്ലേ, സ്മോളസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റിൽ വരുന്നതാണ് ഇത് ലോവർ ലിമിറ്റ്. ഓക്കെ, ഹയസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് അപ്പർ ലിമിറ്റ്. ടേംസ് റിലേറ്റിംഗ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ക്ലാസ് ലിമിറ്റ്. അത് നമ്മൾ പറഞ്ഞു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ? ഇറ്റ് ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് വൺ ഓഫ് which one or two classes lack of class limit. It is possible that the first class interval may be known by lower limit and last class interval known by upper limit. Okay, then next പറയുന്നത് however the class boundaries and real limits of class interval. Class boundariesൽ വരുന്നത് calculation of cumulative frequency distribution and accumulative distribution can be either a less than ആണ് അവിടെ പ്രയോഗിക്കേണ്ടത്, less than. ഫോർമേഷൻ ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് പോയിന്റ് ആണ് ഫോർമേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഡാറ്റ ആൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ ആറേ ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ ആറേ, ARRAY ആറേ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വേർഡ്. It is orderly arrangement of data other ascending order in descending order. Ascending orderലും descending orderലും ഡാറ്റയെ കറക്റ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ആറേ എന്ന് പറയുന്നത്. DATA വേണേ ബിസ് ബോർഡിൽ എഴുതി തരാം. DATA ഡാറ്റ ആറേ, DATAARAY. Okay,
ഡാറ്റ അറേ. അതെന്താണെന്നാ പറഞ്ഞത് നമ്മൾ? ഇറ്റ് ഈസ് ദ ഓർഡർലി അറേഞ്ച്മെന്റ്സ് ഓഫ് ഡാറ്റ.